ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പോൾ ആ ഒരു ചർച്ചയാണ് മമ്മൂക്കാക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത. അപ്പോൾ എന്താ ചോദിച്ചാൽ അദ്ദേഹം ഇത്രയും ഫുഡാണെങ്കിലും എല്ലാം അത്രയും കൺട്രോൾ ചെയ്ത് ശരീരം നോക്കി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ക്യാൻസറോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമാണെങ്കിലും അദ്ദേഹം ശരീരം നോക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ ചോദിച്ചാൽ അദ്ദേഹത്തെ റോൾ മോഡലാക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതചര്യ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ റോൾ മോഡലാക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്കും ക്യാൻസർ വന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ എന്തായാലും നമ്മൾ സമയമോ നേരം ഒന്നും നോക്കാതെയാണ് നമ്മുടെ ഫുഡും കൺട്രോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ ക്യാൻസർ വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഡോക്ടർ രാജേഷ് കുമാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഓരോ മനുഷ്യനും കണ്ടിരിക്കേണ്ട ആ ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് കാണുന്ന ആള് മമ്മൂട്ടിയാണ്. കാരണം അദ്ദേഹം ഈ പ്രായത്തിലും തുടരുന്ന ഭക്ഷണത്തിൻ്റെ ചര്യയും അദ്ദേഹത്തിൻ്റെ വ്യായാമത്തിനും ചിട്ടയിലെ ജീവിതചര്യയിലും അദ്ദേഹം കാണിക്കുന്ന കൃത്യതയുമാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്ന വാർത്ത എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണ്, അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന്. യൂഷ്വലി സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വെച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട്. ഞാൻ ആദ്യം തള്ളിക്കളയുണ്ടായി. എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കുടൽ ക്യാൻസർ ഉണ്ടോ, അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിന്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയെന്നും ഞാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനും ഒക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസിൽ കുടലിനകത്ത് ചെറിയ ഗ്രോത്ത്, വളരെ ചെറിയ ഒരു ഗ്രോത്തിന്റെ നേച്ചർ കണ്ടു. അതിന്റെ പരിശോധനയിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ അത് ക്യാൻസറിൻ്റെ, കുടലിൽ വരുന്ന ക്യാൻസറിൻ്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്യാൻസർ? അദ്ദേഹത്തിനെ പോലെ ജീവിത രീതിയും ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവും സൂക്ഷിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ ഇത്തരത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? ഒരുപാട് പേര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ചോദ്യമാണിത്. അദ്ദേഹത്തിന് ഈ കുടൽ ക്യാൻസർ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാവോ? അദ്ദേഹത്തിന്റെ പ്രായമാണ്. കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ്. അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസും അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് കണ്ടു. അപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് 74 വയസ്സായിട്ടുണ്ടല്ലോ, ആ ഒരു ഇതിലാണ് മമ്മൂട്ടിക്ക് ഈ ഒരു ക്യാൻസർ വരാൻ വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ ജീവിതചര്യതയൊക്കെ എടുത്ത് നോക്കൂ, എങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഒരു നിയന്ത്രണവുമില്ല, സമയവുമില്ല, കിട്ടിയ സമയത്തും ഒക്കെ കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഇത്രയും ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് കൊളസ്ട്രോൾ, ഇനി ഇല്ലാത്ത ഇതൊന്നുമില്ല, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ബ്ലഡ് കുറവാണ്, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. നമ്മളെന്താ ചോദിച്ചാൽ സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ മമ്മൂട്ടിയാണെങ്കിൽ കറക്റ്റായിട്ട് ഫുഡ്, അതുപോലെ വ്യായാമം, അങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ആൾക്ക് തന്നെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യമൊന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല. നമ്മൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഒരു വ്യായാമമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ജീവിതത്തിൽ നമ്മൾ ഇതാക്കേണ്ടത്, നമ്മൾ ഭക്ഷണ രീതി കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താം. നമ്മളതൊന്നും ചെയ്യാതെ നമ്മൾ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുന്നു, ഒരു കൺട്രോൾ ഇല്ലാതെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് 73-74 വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാൻസറായിട്ട് കണ്ട. അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർക്ക് പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു, എല്ലുകൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നു, ജോയിൻസിന് പ്രോബ്ലം ഉണ്ടാകുന്നു, മുടിക്ക് നര വരുന്നു, കണ്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ
പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക ഘടനയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുവരിക. അത് പലപ്പോഴും ഒരു ഭാഗത്ത് ക്യാൻസറായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വാർദ്ധക്യ രോഗങ്ങളുടെ കൂട്ടത്തിലെ ക്യാൻസറിന് ഒരു പ്രധാന പങ്ക് പറയുന്നത്. നമ്മളിപ്പോൾ കുടൽ ക്യാൻസറിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാരമ്പര്യം, നമുക്ക് അമിതമായിട്ടുള്ള പുകവലി ശീലം, മദ്യപാന ശീലം, പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതിരിക്കുക, റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നമ്മൾ കുടൽ ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടി ഈ ഒരു ശീലങ്ങളൊന്നും ഉള്ള ആളായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ നമ്മുടെ എല്ലാം ജീവിതം ഇനി എന്തായി തീരുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കുടൽ ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. സാധാരണ ഈ കോളൻ ക്യാൻസർ, കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൽ കാണുന്ന ക്യാൻസറിന്റെ ഘടകമാണ്. വൻകുടൽ എന്താണ് മമ്മൂട്ടിയുടെ കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് പേടിക്കേണ്ട തരത്തിലുള്ള ഒരു ഇതല്ല. അത് എന്താണ് ഫസ്റ്റ് സ്റ്റേജാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ദഹനക്കേട് വന്നപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ഒരു ക്യാൻസർ സ്ഥിരീകരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാനുൾപ്പെടെ, ഞാൻ പോലും ഒന്നും ഈ ഫുഡിൻ്റെ കാര്യമൊന്നും കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നോമ്പായി പിന്നെ തീരെയും പറയണ്ട. നമ്മൾ എന്താണ് എണ്ണക്കടിയാണെങ്കിലും എന്താണ് ഡെയിലി കഴിക്കും. ഇപ്പോൾ എന്താണ് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ. അത് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിച്ചാലേ ഒരു ഇതാവുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പം എല്ലാവരും ഫുഡ് കൺട്രോൾ ചെയ്യുക. എന്താണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് മമ്മൂട്ടി എന്ന വ്യക്തിക്ക് ഈ ഒരു അസുഖം മമ്മൂട്ടി എന്ന വ്യക്തിക്ക് ഒരു അസുഖം വന്നുവെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഇത് വന്നുകൂടായികയില്ല. അങ്ങനെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, വ്യായാമം ചെയ്യുക. അതുപോലെ ഭക്ഷണത്തിൻ്റെതാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക, ഇലക്കറികൾ അങ്ങനെയുള്ള അതൊക്കെ കഴിക്കുക. ഞാനിപ്പോൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും കൊളസ്ട്രോൾ കുറച്ച് കൂടുതലായപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഫുഡ് ഇതായിട്ട് കഴിക്കുക, എണ്ണക്കടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേ ഒന്നും തോന്നില്ല, നല്ല ആരോഗ്യവാനായിട്ടിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ദഹനക്കേട് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള ഇത് കേട്ട് ഞെട്ടുന്നത്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് നീക്കം ചെയ്യാനുള്ള പല സജ്ജീകരണങ്ങളും ഉണ്ട്. പിന്നെ തേർഡ് അങ്ങനെയുള്ള സ്റ്റേജുകളൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് അത് കൂടുതലായിട്ട് നമുക്കത് നീക്കം ചെയ്യാൻ പറ്റാത്തതും പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികളാണ്. ഭക്ഷണ രീതികളിൽ ഒരു കൺട്രോൾ വരെ നമ്മളത് നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൊണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഒന്ന് കേട്ട് നോക്കൂ. പരിശോധിക്കുമ്പോൾ യൂഷ്വലി അഡിനോമാറ്റസ് പോളിപ്പസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് പലതരത്തിലുള്ള പോളിപ്പുകളുണ്ട്. അവയിൽ അഡിനോമ എന്ന് വിളിക്കുന്ന ഒരിനം പോളിപ്പുകളാണ് സാധാരണ ക്യാൻസർ ആയിട്ട് മാറുന്നത്. ഇവ നമുക്ക് തിരിച്ചറിഞ്ഞാൽ സാധാരണഗതിയിൽ കൊളോണോസ്കോപ്പി, നമുക്ക് ഈ മലദ്വാരം വഴിക്ക് ഉള്ളിലേക്ക് ഒരു ലെൻസ് ഘടിപ്പിച്ച ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിന് നമുക്ക് ഈ കൊളോണോസ്കോപ്പി വഴിക്ക് നമുക്ക് ഈ പോളിപ്പിനെ കണ്ടെത്തി നമുക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയർ പോലും വേണ്ട, നമുക്ക് കഴുത്തിലൊക്കെ വരുന്ന സ്കിൻ ടാഗിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല, അതേപോലെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ പോളിപ്പിനെ നീക്കം ചെയ്യാം. പോളിപ്പിനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസർ രോഗം, കുടലിൽ വരുന്ന ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത നമുക്കൊരു 15 വർഷം മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത്തരത്തിൽ ക്യാൻസർ സാധ്യത ആർക്കൊക്കെയാണ് വരുന്നതെന്ന് അറിയാമോ? സാധാരണഗതിയിൽ ഒരു 40 വയസ്സ് കഴിയുന്ന ആൾക്കാരിൽ നടത്തിയിട്ടുള്ള പഠനമുണ്ട്. അത് വേറെ എവിടത്തുമല്ല, 2016 നമ്മുടെ കേരളത്തിൽ തന്നെ ഡോക്ടർ രാജീവ് ജയദേവൻ എറണാകുളത്ത് നടത്തിയിട്ടുള്ള ഒരു പഠനം. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനത്തിൽ 40 വയസ്സിന് മുമ്പുള്ള ആൾക്കാരെ അപേക്ഷിച്ച് 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ഈ കുടലിനകത്ത് ഞാൻ ഈ പറഞ്ഞ അഡിനോമാറ്റസ് പോളിപ്പ് കാണാനുള്ള സാധ്യത ഏകദേശം 5 ഇരട്ടിയോളമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനം ഏകദേശം 10 വർഷത്തിനകത്തേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകളുടെ കൂട്ടത്തിൽ 3ാം റാങ്ക് ഈ കുടൽ ക്യാൻസറിനാണ്. 1ാമത്തത് ബ്രസ്റ്റ് ക്യാൻസറിനും, 2ാമത്തത് ശ്വാസകോശ ക്യാൻസറിനും, 3ാമത്തത് കുടൽ ക്യാൻസറിനും. കുടൽ ക്യാൻസർ സാധാരണ വരുന്നതിന് നമ്മൾ കണ്ടെത്തുന്ന ചില ഘടകങ്ങളുണ്ട്.
പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. പലരും വിചാരിക്കുന്നത് ഓക്കെ, ഒരു 40-45 വയസ്സ് വരെ പുകവലിയും മദ്യപാനവും എല്ലാം നടത്തിയിട്ട് ഇതൊരു 45 വയസ്സ് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ കുടൽ ക്യാൻസർ വരില്ലല്ലോ എന്ന്. എന്നാൽ കുടൽ ക്യാൻസർ നമുക്ക് ഈ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഇവയൊന്നും ഉപയോഗിക്കാത്ത ലൈഫ് സ്റ്റൈൽ ചെറുപ്പം മുതലേ തുറന്നു വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പലരെയും കണ്ടിട്ടില്ലേ, ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഹാർട്ടിന്റെ നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ ബ്ലോക്ക് ഉണ്ട്. പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി നോക്കിയാൽ ഒരു 15 വർഷം മുമ്പ് വരെ അവർ ഹെവി സ്മോക്കർ ആയിരുന്നു. കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് സിഗരറ്റ് വലിക്കുന്നേ ഇല്ല, അവർക്ക് ബ്ലോക്ക് ഉണ്ടായി. കാരണം എന്താ? അവരുടെ നേരത്തെയുള്ള ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ പ്രോബ്ലംസ് ആണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ കുടൽ ക്യാൻസറും ഈ അവരുടെ ലൈഫ് സ്റ്റൈൽ, ചെറുപ്പം മുതൽ വരുന്ന അവരുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന താളപ്പിഴകൾ പലപ്പോഴും കുടൽ ക്യാൻസറിന് കാരണമായി. അദ്ദേഹം പറയുന്നത് ഈ ഒരു കുടൽ വരുന്ന ക്യാൻസർ നേരത്തെ തന്നെ അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെറിയൊരു ഇതായിരിക്കും, നമുക്ക് കഴുത്തിൽ ഇതിലൊക്കെ ചെറിയൊരു ഇത് വരില്ല, ആ ഒരു രീതിക്കായിരിക്കും അത് വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം തന്നെ അറിയുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കി വെക്കാതെ ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക എന്നല്ല, ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വയറുവേദനയോ എന്തെങ്കിലും നടുവേദന അങ്ങനെയുള്ള, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ശരി, നടുവേദന അത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളത് വെച്ചിട്ടിരിക്കും. ഈ പറയുന്നത് ഞാനും അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്നൊന്നും പോകാൻ ശ്രമിക്കില്ല. പിന്നെ നമ്മൾ ഒരുപാട് അതിശക്തമായിട്ടുള്ള വേദന വരുമ്പോഴേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ വേദനകളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുക, ഡോക്ടറുടെ നിർദ്ദേശം ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡോക്ടർ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടു വെക്കുക, നോക്കി വെക്കുക, കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. അപ്പോൾ ഒരു പരിധി വരെ തന്നെ ഈ കുടൽ ക്യാൻസർ നേരത്തെ തന്നെ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്കിത് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളൊരു ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടലാണ് വന്നത്. എന്തായാലും അത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാണ് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, മമ്മൂട്ടിക്കും ക്യാൻസർ വന്നോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഒരു അറിവ് പകരുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.